മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങിയ ദിവസം മുതൽ തന്നെ പലതരത്തിലുള്ള ട്രോളുകളൊക്കെ നമ്മൾ സമൂഹ മാധ്യമത്തിൽ കാണുന്നുണ്ട്. തിങ്കൾ ചൊവ്വ രമേശ് ചേട്ടൻ, ബുധൻ വ്യാഴം വേണുചേട്ടൻ, വെള്ളി ശനി സതീഷ് ഏട്ടൻ, ഞായറാഴ്ച പൊതു അവധി, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ട്രോളുകൾ. ഇപ്പം ഞാൻ ചർച്ചയിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മുടെ അതിഥിയായ ശ്രീ MN കാരശ്ശേരിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് എനിക്ക് തന്നെ വലിയൊരു കൗതുകം തോന്നി. പ്രേക്ഷകർക്ക് അത് കാണിക്കാമെന്ന് തോന്നുന്നു. ശ്രീ MN കാരശ്ശേരി, ഡൊണാൾഡ് ട്രംപ് ഇടപെടും എന്ന രീതിയിലൊരു വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവെക്കാനുള്ള ചേതോവികാരം എന്തായിരുന്നു? താങ്കൾക്ക് അറിയുമായിരുന്നോ ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന്? അല്ല, കോൺഗ്രസിൻ്റെ ആന്തരിക ജീർണത എത്രമാത്രമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർട്ടൂണാണ് ഞാൻ കണ്ടത്. അത് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒന്നും ആവില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഒരു കൊല്ലം മുമ്പ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞാണ്, ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും, ഞങ്ങൾക്ക് അതിനൊരു വിഷമവുമില്ല, ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാവുകയില്ല. അദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ്. ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമോ എന്ന് ചോദിക്കുക, അത്തരം പദപ്രയോഗങ്ങളൊന്നും വേണ്ട, ഞാൻ അതിനില്ല എന്ന് തീർത്ത് പറഞ്ഞ ആളാണ് ശ്രീ KC വേണുഗോപാൽ. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ മാത്രമാണ്. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്, ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്, പല കാലങ്ങളായിട്ട് പല സ്ഥാനങ്ങൾ വഹിച്ച ആളാണ്, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, പിന്നെ പല സംസ്ഥാനങ്ങളുടെ പല കാര്യം നോക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ് പ്രധാനം. തൻ്റെ പാർട്ടിക്കകത്ത ഐക്യമോ മുന്നണിക്കകത്ത ഐക്യമോ കേരളത്തിൻ്റെ ഭാവിയോ ഒന്നുമല്ല പ്രശ്നം, തൻ്റെ മുഖ്യമന്ത്രി പദമാണ് എന്ന് തീരുമാനിച്ചു. അത്രയും പരിഹാസ്യമായ ഒരു നിലപാട് അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം എത്ര ജീർണിച്ചാന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്കേടില്ല. എന്താ കാരണം? അധികാരമില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗ്രൂപ്പ് കളിയുടെ ആവശ്യമില്ലല്ലോ, അതിനൊരു സ്കോപ്പില്ല. നേരെ മറിച്ച് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും എല്ലാ തരത്തിലുള്ള അനൈക്യവും ഒഴിവാക്കി ആളുകളെ കൂടെ നിർത്തി, മുന്നണിക്കും പാർട്ടിക്കും പുറത്തുള്ള ആളുകളിൽ പ്രതീക്ഷ വളർത്തി, എതിർകക്ഷിക്കാരുടെ ഇടയ്ക്ക് പോലും മതിപ്പുണ്ടാക്കി അങ്ങനെ പണിയെടുത്ത ഒരാളാണ് VD സതീശൻ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ വികാരപ്രകടനങ്ങളാണ് റോഡിൽ നടക്കുന്നത്. ആ റോഡിൽ നടക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന നേതാക്കന്മാരാണ് ഇതിന് ഉത്തരവാദികൾ. ഇവർക്കൊരു ഹൈക്കമാൻഡ് ഉണ്ടെങ്കിൽ ആ ഹൈക്കമാൻഡ് നേരത്തെ പണിയെടുക്കണ്ടേ? അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കാര്യം. ഇപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ ഇനി ആരോപണം പറയാൻ തെളിവുള്ള നല്ല കാര്യങ്ങളല്ല പറയുന്നത്, ഈ അളവിലുള്ള ഭൂരിപക്ഷം, ഈ അളവിലുള്ള മിന്നുന്ന വിജയം ഒരിക്കലും ശ്രീ വേണുഗോപാൽ കണക്കാക്കിയിരുന്നില്ല. അത് കണക്കാക്കിയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും, 12 മന്ത്രിമാരെങ്കിലും മിനിമം പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞത്, വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞത് VD സതീശനാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് അറിയുന്ന, അത് കാണാൻ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ വേണുഗോപാലിന് നേരത്തെ ഈ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം 2024 ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലല്ലോ, അദ്ദേഹത്തെ അന്ന് മത്സരിക്കാതിരുന്നാൽ പോരെ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? തനിക്ക് ഇപ്പോൾ ഇതിപ്പോൾ നേരെ പറഞ്ഞാൽ വിയർത്ത് പണിയെടുക്കുന്നവനെ മാറ്റി നിർത്തിയിട്ട് നോക്കുകൂലി വാങ്ങുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഇവിടുത്തെ വിപ്ലവങ്ങളിലൊന്നാണല്ലോ അത്. ആ നോക്കുകൂലി മുഖ്യമന്ത്രി ആവാനാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവ് വേണുഗോപാൽ വരുന്നത്. ഏതുമാതിരി 2016 ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരവസരം കൂടി VSന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ആ അവസരം കിട്ടിയപ്പോൾ VS കാസ്ട്രോ ആണ് എന്നൊക്കെ പറഞ്ഞ് മേലോട്ട് തട്ടി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പിണറായി വിജയൻ എന്താണോ CPM-നോട് ചെയ്തത് അത് തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ കോൺഗ്രസിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.